ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ നാടുകളിൽ ആഘോഷം നടക്കുമ്പോ അതിൽ പങ്കിടാൻ പാടില്ല. നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ, ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം, കാണാൻ വരുന്നുണ്ട് താഴ്ച. നമ്മളെല്ലാം സെറ്റ് കൊണ്ടുകൊടുത്ത് അത്തപ്പൂക്കളമിട്ട് സ്വീകരിക്കാൻ. നമ്മളെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിർഭർ പ്രാപിച്ച ദൈവമേ, ഇതൊക്കെ ആദരിച്ച് ഒഴുക്കിന് തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികളെന്നാലും ഈയക്കാട്ടി പറന്നു കഴിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമോ. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ, ഇനി ഓണക്കളിക്കൊന്നും പോകരുത്, ക്ലബിലെ പരിപാടിക്കൊന്നും പോകരുത്. സെക്രട്ടറി എടുത്ത് അല്ലെങ്കിൽ തലമറക്കാതെ അല്ലെങ്കിൽ മഫ്ത് ഇട്ട് ഡാൻസ് കളിക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോകും. അതിനെതിരെയാണ് ഈ ഒരു പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് മാത്രം കേട്ടിട്ടാണ് പല ആളുകളും ഈ വർഗീയ പിന്നീട് പറഞ്ഞതുപോലെ ചില വീഡിയോ കാണുമ്പോൾ സമൂഹത്തിലെ മതസൗഹാർദ്ദമായി ജീവിക്കുന്ന പുതിയ നമ്മുടെ തലമുറയെ രണ്ടാക്കുകയോ അതല്ലെങ്കിൽ അതിനേക്കാൾ വിഭിന്നമാക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ, ഓണമാണ് വിഷയം, പൂക്കളം, അത്തപ്പൂ, നിലവിളക്ക്, പിന്നെന്തുവാ വേറെ തട്ടം. നാളത്തെ തലമുറ നിങ്ങളെപ്പോലുള്ള മതപണ്ഡിതന്മാരെ കാർക്കിച്ച് തുപ്പുന്ന കാലം വിദൂരമല്ല. ഇവിടെ അത്തപ്പൂ ഇട്ടെന്നും പറഞ്ഞോ, അതുപോലെ ഓണം ആഘോഷിച്ചെന്നും പറഞ്ഞോ, അതുപോലെ നിലവിളക്ക് കത്തിച്ചെന്നും പറഞ്ഞോ, ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അതിനകത്ത് പങ്കുചേരുമ്പോൾ, ആ മതസൗഹാർദ്ദത്തിൽ പങ്കുചേരുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായിട്ടല്ല മാനസികമായിട്ടുണ്ടാകുന്ന ആ ഉയർച്ച, ആ തലം, അത് വളരെ വലുതാണ്. ചില മതപണ്ഡിതന്മാർ ഇതിനെ പരിപൂർണമായിട്ടും വിമർശിക്കുന്നുണ്ട്. കാരണം ഇവരുടെ സാമ്പത്തിക ലാഭം, ഇവരുടെ കച്ചവടം മാത്രമാണ് ഇവർ ഈ കൈക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അപ്രമാദിത്യം, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക വരവും, ജനങ്ങൾ മതസൗഹാർദ്ദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ജീവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു സാമ്പത്തിക ഭദ്രത കാണത്തില്ല. ഒരു മതത്തിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല, ഹിന്ദുവിനകത്തും ഈ ഇങ്ങനെയൊക്കെയുള്ള മതപണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻസിലും ഈ ഇതുകൂട്ടുള്ള മതപണ്ഡിതന്മാരുണ്ട്, മുസ്ലിംസിലുമുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഓരോ പൗരനും ടാക്സ് അടച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അവന് ഏത് രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഭരണഘടന പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ ഓണം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും, നബിദിനം വേണമെങ്കിൽ ആഘോഷിക്കും. ഇവിടുത്തെ പുതിയ തലമുറയ്ക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല.